ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന യൂണിറ്റ് 4-ലെ 4 പാർട്സ് PYQ അനാലിസിസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് പോയിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത പാർട്ടുകളൊക്കെ വരുന്നത്. സോ ഇനിയൊരു 4 പാർട്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആകും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വെബിനാർ വരുന്ന സമയത്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ നമ്മുടെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ അതിൻ്റെ PYQ അനാലിസിസ് പാർട്ട് 4. ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്രോമസോമൽ അനോമലീസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചോദിച്ചതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് തന്നിട്ടുള്ളത് തേ സാക്സ് ഡിസോർഡർ, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആൻഡ് ടേണർ സിൻഡ്രോം. ഇപ്പുറത്ത് അതിൻ്റെ ലിസ്റ്റ് 2 ആയിട്ട് തന്നിട്ടുള്ളത് ദ 23rd പെയർ ഈസ് ആക്ച്വലി മിസ്സിംഗ് ആൻ എക്സ്, fatal neurological disorder, an extra chromosome in what normally be in the 21st pair, the 23rd set of sex chromosomes is XXY. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്കിത് ഈ ഒരു ഭാഗത്ത് തന്ന ഡിസോർഡേഴ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഡിസോർഡേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ക്രോമസോമൽ അനോമലീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നത് 23 പെയർ ക്രോമസോംസ് ആണ്. അതിൽ 22 പെയർ ഓട്ടോസോംസും പിന്നെ ഒരു പെയർ സെക്സ് ക്രോമസോംസും ആണ് ഉണ്ടാകുന്നത്. അതിപ്പോൾ മെയിലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഈ ഒരു സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് XYയും, ഫീമെയിലിൻ്റെ കേസിൽ വരികയാണെങ്കിൽ അത് XXും ആയിരിക്കും. സോ ഈ ഓട്ടോസോംസിനോ അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസിനോ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം, ചിലപ്പോൾ അവിടെ ഒരു ഡിലീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നതായിരിക്കാം. ഇങ്ങനെ ക്രോമസോംസിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസോർഡറിനെയാണ് നമ്മൾ ക്രോമസോമൽ അനോമലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ 2 ടൈപ്സ് ആണുള്ളത്. ന്യൂമറിക്കൽ അനോമലീസും ഉണ്ട്, സ്ട്രക്ചറൽ അനോമലീസും ഉണ്ട്. എന്താ ന്യൂമറിക്കൽ അനോമലീസ് അല്ലെങ്കിൽ അനിയോപ്ലോയിഡ്സ് എന്ന് പറഞ്ഞാൽ, this is called aneuploidy and occurs when an individual is missing either a chromosome from a pair or has more than 2 chromosomes of a pair. അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞു ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അവിടെ മിസ്സിങ് വരിക, ഇനി അതല്ല എങ്കിൽ 2ൽ കൂടുതലായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് ന്യൂമറിക്കൽ അനോമലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചറൽ അനോമലീസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒന്നെങ്കിൽ ക്രോമസോമിന്റെ ഡിലീഷൻ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇൻവേർഷൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്ട്രക്ചറൽ അനോമലീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിൽ തന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഡിസോർഡർ ആണ് തേ സാക്സ് ഡിസോർഡർ. എന്താ തേ സാക്സ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ, ഇത് ഒരു മ്യൂട്ടേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ക്രോമസോം 15ലുള്ള എക്സാജീനിൽ ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ കാരണമാണ് ഈ ഒരു തേ സാക്സ് ഡിസോർഡർ രൂപം കൊള്ളുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ഡിസ്ട്രോയ്സ് നെർവ് സെൽസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലെയും ബ്രെയിനിലുള്ള നെർവ് സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈ ഒരു ഡിസോർഡർ കാരണമാണ്. ഇതിൻ്റെ മോസ്റ്റ് സിവിയർ ഫോം എഫക്റ്റ് ചെയ്യുന്നത് ഇൻഫൻസിനെയാണ്. അത് ഒരു 3 to 6 months തന്നെ ആ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. പിന്നെ ചിൽഡ്രൻ വിത്ത് സിവിയർ ഇൻഫാൻസി തേ സാക്സ് റെയർലി ലിവ് മോർ ദാൻ 10 years. ഓക്കെ, 10 വർഷത്തിൻ്റെ മുകളിലൊന്നും അധികം ഈ ഒരു കുട്ടികളിൽ ഇത് വരുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കാറില്ല. ഇതൊരു റെസസീവ് ഡിസോർഡർ ആണ്. ഒരു തേ സാക്സ് ഡിസോർഡർ ഉള്ള ആളുടെ കേരിയോടൈപ്പാണ്, ക്രോമസോമൽ കേരിയോടൈപ്പാണ് കാണിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞു 15ാമത്തെ പെയറിൽ നമുക്കറിയാം 23 പെയേഴ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ശരീരത്തിൽ ഉള്ള ക്രോമസോംസ് എന്ന് പറയുന്നത്. അതിൽ 15th പെയറിൽ ഉണ്ടാവുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് തേ സാക്സ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പിക്ചോറിക്കലി നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ ഒരു ശരീരത്തിലുള്ള 15th ക്രോമസോം എന്ന് പറയുന്നത്. അവിടെ നോൺ മ്യൂട്ടേറ്റഡ് DNA ആണ്. അവിടെ നോർമൽ ലെവൽസ് ആണ്. ബീറ്റ എക്സോസ് അമിനിഡേസിൻ്റെ നോർമൽ ലെവലാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് ന്യൂറോൺസ് ഒക്കെ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ റെറ്റിനൊക്കെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരു
tay Sachs ഡിസോർഡർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ എക്സാ ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കും. ആ സമയത്ത് അവിടെ ബീറ്റ എക്സോസ് അമിനിഡേസ് എന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അത് GM2 ഗാംഗ്ലിയോസൈഡ്സ് ന്യൂറോൺസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇതിൻ്റെ റിസൾട്ടായിട്ട് ന്യൂറോൺസ് സ്വെല്ലൻ ചെയ്യുകയും അവിടെ ന്യൂറോൺസിൻ്റെ ഡീഗ്രഡേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് വരുമ്പോൾ ഈ ആളുടെ കണ്ണിൽ, അതായത് റെറ്റിനയുടെ ഉള്ളിലായിട്ട് അവിടെ ഒരു ചെറിയ റെഡ് സ്പോട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ട് തുടങ്ങും. ക്ലിയർ? ഇങ്ങനെയാണ് ഒരു tay Sachs ഡിസോർഡർ ഉള്ള ആളുടെ, അതായത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആളുടെ കണ്ണിൽ ഇങ്ങനെ റെഡ് സ്പോട്ട് വിസിബിൾ ആവും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് കോസസ് ടു മച്ച് ഓഫ് ഫാറ്റി സബ്സ്റ്റൻസസ് ടു ബിൽഡ് അപ്പ് ഇൻ ടിഷ്യൂസ് ആൻഡ് നെർവ് സെൽസ് ഓഫ് ദ ബ്രെയിൻ. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം, ഡെഫ്, മസിൽ അട്രോഫി, സീഷേഴ്സ്, സ്റ്റാർട്ടിൽഡ് റിഫ്ലക്സ് ടു ലൗഡ് നോയ്സസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ചെറിയ റെഡ് സ്പോട്ട്സ്, റെറ്റിന ഓഫ് ദ ഐയിൽ ചെറിയ റെഡ് സ്പോട്ട്സ് കാണും. ഓക്കെ, അത്രയാണ് tay Sachs ഡിസോർഡറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ ലിസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോമിനെ തന്നെയാണ് നമ്മൾ ട്രൈസോമി 21 എന്നും പറയുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിൻഡ്രോം ആയിരിക്കും ഇത്. ഡൗൺ സിൻഡ്രോം ഈസ് എ ക്രോമസോമൽ ഡിസോർഡർ റിസൾട്ടിങ് ഫ്രം ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് എക്സ്ട്രാ മെറ്റീരിയൽ ഓഫ് ക്രോമസോം 21. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്രോമസോംസ് എല്ലാം പെയേഴ്സ് ആയിട്ടാണുള്ളത്, 23 പെയേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ 21st പെയർ 2 ക്രോമസോംസ് ആണ് ഉണ്ടാവുക അല്ലേ. പക്ഷെ ഈ ഒരു കേസിൽ അവിടെ ഒരു ക്രോമസോം കൂടി ഉണ്ടാവും. അതിനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ദിസ് ഇംബാലൻസ് ഇൻ ക്രോമസോമൽ എക്സ്പ്രഷൻ കോസസ് മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. സോ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഓട്ടോസോംസിനാണ്, സെക്സ് ക്രോമസോമിനെ അല്ല എഫക്ട് ചെയ്യുന്നത്, ഓട്ടോസോംസിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. The affected individual has short stature, partially opened mouth and broad palm. ഇതൊക്കെയാണ് അവരെ പൊതുവെ നമ്മൾ കാണുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ the affected individuals is fertile ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ഫിസിക്കൽ സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇയാളുടേത് ഫ്ലാറ്റ് ഫേസ് ആണ്, അപ്വേർഡ് സ്ലാൻഡഡ് ഐസ് ആണ്, ഡീപ്പ് പാം ക്രീസസ് ആണ്, വൈറ്റ് സ്പോട്ട്സ് ഇൻ ദ ഐറിസ് ഓഫ് ഐസ്, ലൂസ് ലിഗ്മെന്റ്സ്, സ്മോൾ ഹാൻഡ്സ്, ഷോർട്ട് നെക്ക്, അബ്നോർമലി ഷേപ്ഡ് ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആണ്, അല്ലെങ്കിൽ ഫിസിക്കലി കാണുന്ന കാര്യങ്ങളാണ് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ കോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 95% കേസസ്, അതായത് നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയും. ഫെയിലിയർ ഓഫ് ക്രോമസോം 21 ടു സെപ്പറേറ്റ് ഡ്യൂറിങ് എഗ് ഓർ സ്പേം ഫോർമേഷൻ. അതായത് ഈ എഗ്ഗും സ്പേമും ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ക്രോമസോം 21 സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് ഉണ്ടാവുന്ന ഒരു ഫെയിലിയർ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. പിന്നൊന്ന് ട്രാൻസ്ലൊക്കേഷൻ ആണ്. ഒരു 4% കേസ് നടക്കുന്നത് അങ്ങനെയാണ്. ഈ ക്രോമസോം 21 മറ്റൊരു ക്രോമസോമുമായിട്ട് അറ്റാച്ച് ചെയ്യും. ആ ഒരു സമയത്തും ഇങ്ങനെ സംഭവിക്കാം. പിന്നെ വരുന്നത് മൊസൈസിസം ആണ്. ഇതൊരു വളരെ കുറഞ്ഞൊരു 1% കേസിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇവിടെ നടക്കുന്നത് സം സെൽസ് ഹാവ് 46 ക്രോമസോംസ്, അതേഴ്സ് ഹാവ് 47. അപ്പോൾ 46ന് പകരമായിട്ട് അവിടെ കാണുന്നത് 47 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം ഉള്ള അല്ലെങ്കിൽ ട്രൈസോമി 21 ഉള്ള ആളുടെ കാരിയോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ 21st ക്രോമസോം പെയറിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ കൂടി നമ്മൾ കാണും. അവിടെ 2 എന്നുള്ളതിന് പകരം 3 ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ട്രൈസോമി എന്ന് പറയുന്നത്. 21st പെയറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ട്രൈസോമി 21. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. എന്താ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം? ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് ഓൺലി അഫക്ട്സ് മെയിൽ. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം മെയിൽസിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ബോയ് ഈസ് ബോൺ വിത്ത് 1 more extra X ക്രോമസോംസ്. നമ്മൾ പറഞ്ഞു സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ X and Y ആണ്. ഇവിടെ ഈ ഒരു കേസിൽ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഉള്ള ആളുടെ കേസിൽ അവിടെ ഒരു എക്സ്ട്രാ X ക്രോമസോംസ് ഉണ്ടാക്കും. അങ്ങനെ വരുന്ന സമയത്ത് ബോയ്സ് എന്താ ചെയ്യുന്നത്? ലെസ് ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ബോയിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ,
ഈ ഒരു എക്സ്ട്രാ ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് മെയിൽസിൽ കാണാത്ത ചില അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രെയ്റ്റ്സ്, ഫിസിക്കൽ ട്രെയ്റ്റ്സ് ഒക്കെ ഇവർ കാണിക്കാനും കാരണമാകും. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2000 ലേബേഴ്സിൽ ഒരാൾക്കൊക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇവിടെ വരുന്നത് XXY എന്നുള്ള സെക്സ് ക്രോമസോംസ് ആയിട്ടാണ് ഇവർക്ക് കാണുന്നത്. നമ്മൾ പറഞ്ഞു XY എന്നുള്ളതെടുത്ത് ഇവർക്ക് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് XXY എന്നാണ് ഉണ്ടാവുന്നത്. ഇവർക്ക് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്, ബട്ട് അവർ സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ കുറച്ച് ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഈ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് XX ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ XXY എന്നുള്ള ഒരു ക്രോമസോം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സം ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ലാക്ക് ഓഫ് ഫേഷ്യൽ ഹെയർ, പിന്നെ ആൾ ടോൾ ആയിരിക്കും, നോർമൽ ഇൻ്റലിജൻസ് ഒക്കെ തന്നെ ആയിരിക്കും. സോ ഇത്രയാണ് അവിടെ വരുന്നൊരു സിംറ്റംസ് ആയിട്ട് വരുന്നത്. നമുക്ക് കാരിയോടൈപ്പ് നോക്കാം. ഈ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ഉള്ള ആളുടെ ബാക്കി എല്ലാ ക്രോമസോംസും നോർമലായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ 23rd പെയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ 3 ക്രോമസോംസ് ആയിട്ട് കാണും. അതെന്താണ്? XXY എന്നുള്ള ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ഓപ്ഷനാണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ലോസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ഓഫ് ദ സെക്സ് ക്രോമസോംസ്. ഇവിടെ ലോസ് ആണ് സംഭവിക്കുന്നത്. ഒരു സെക്സ് ക്രോമസോംസിന്റെ ലോസ്, അവിടെ ജനറ്റിക് മെറ്റീരിയലിന്റെ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇത് ഫീമെയിൽസിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് എ ജനറ്റിക് സിൻഡ്രോം ദാറ്റ് എഫക്ട്സ് എവറി 1 in 2500 ഫീമെയിൽസ്. 2500 പേരെ എടുത്താൽ അതിൽ ഒരാളെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആയിട്ടാണ് നമ്മുടെ ടേണർ സിൻഡ്രോം വരുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ പറയാം? 45X എന്ന് പറയുന്നുണ്ട്, മോണോസോമി X എന്ന് പറയുന്നുണ്ട്, TS എന്ന് പറയുന്നുണ്ട്, ടേണർ സിൻഡ്രോം പറയുന്നുണ്ട്, അൾറിഷ് ടേണർ സിൻഡ്രോം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ടേണർ സിൻഡ്രോമിൻ്റെ അതർ നെയിംസ് ആണ്. സോ നമ്മുടെ ഒരു ലിസ്റ്റ് തന്നിട്ട് ഈ ഏതെങ്കിലും ഒരു നെയിമാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവുക അത് ടേണർ സിൻഡ്രോത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ a pair of sex chromosomes fail to separate during the formation of an egg. എഗ്ഗിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് ഈ സെക്സ് ക്രോമസോം ആക്ച്വലി എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ചെയ്യണം. പക്ഷെ അവിടെ അതിനൊരു ഫോൾസ് സംഭവിച്ചത് കൊണ്ടാണ് ഇവിടെ 1 മാത്രമായിട്ട് പോയത്. So when an abnormal egg united with a normal sperm to form an embryo, the embryo may end up missing one of the sex chromosomes. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താവും? ഈ ഒരു എംബ്രിയോക്ക് അവിടെ ഒരു സെക്സ് ക്രോമസോമിൻ്റെ മിക്സിങ് വരും. അതായത് പെയറായിട്ട് നിൽക്കേണ്ടതിന് പകരം അവിടെ 1 മാത്രമേ കാണുള്ളൂ. X ആണ് കാണുക rather than XX. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടേണർ സിൻഡ്രോം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഗൊണാഡൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് അപ്പോൾ അവിടെ അമിനോറിയക്കും പിന്നെ സ്റ്റെറിലിറ്റിക്കും ഒക്കെ കോസ് ചെയ്യുന്ന കാരണമാവും. ഷോർട്ട് സ്റ്റാച്ചർ ആണ്, സ്വെല്ലിംഗ് ഉണ്ടാവും, ഷോർട്ട് ഫോർത്ത് മെറ്റാകാർപ്പസ് ആണ്, പിന്നെ ബ്രോഡ് ചെസ്റ്റ്, ലോ ഹെയർ ലൈൻ, ലോസെറ്റ് ഇയേഴ്സ്, വെബ്ഡ് നെക്സ്, ഇതെല്ലാം ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ സിംറ്റംസ് ആണ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കാരിയോടൈപ്പ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു 45X എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് 23rd പെയർ ആക്ച്വലി എങ്ങനെയാണ് വേണ്ടത്? XX എന്നുള്ളതാണ് ഫീമെയിൽസിൻ്റെ കേസിലായതുകൊണ്ട് തന്നെ. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പെയേഴ്സിന് പകരം അവിടെ 1 X ആയിട്ട് മാത്രമാണ് ഉണ്ടാവുക. സോ ആളുടേത് 45X എന്നുള്ള രീതിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? tay sachs ഡിസോർഡർ പറഞ്ഞു, ഡൗൺ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ഇപ്പുറത്ത് എന്തൊക്കെയാണ് വന്നത്? 23rd pair is missing, actually missing an X, fatal neurological disorder, an extra chromosome in what normally be in the 21st pair, the 23rd set of sex chromosome is XXY. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഈ ഓരോന്നിനെ കുറിച്ചിട്ടും ഈ ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരിക്കും വരിക, ഇതെങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടി വരിക എന്ന്. സോ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു tay sachs ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേറ്റൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ക്രോമസോം എവിടെയാണ്?
21st പെയറിൽ ഒരു എക്സ്ട്രാ ക്രോമസോം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ കാണുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു. എന്തായിരുന്നു ക്ലിൻഫിൽട്ടർ സിൻഡ്രോം? ഈ 23rd സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? XXY, അതായത് മെയിൽസിൽ XY എന്നുള്ള കാണിക്കുന്നതിന് പകരം അവിടെ XXY എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ടേണർ സിൻഡ്രോം എന്താണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. ടേണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിലിൽ XX എന്നാണ് കാണിക്കേണ്ടത്, അതിന് പകരമായിട്ട് ഇവർക്ക് X മാത്രമേ ഉണ്ടാവുള്ളൂ. ദ 23rd പെയർ ഈസ് ആക്ച്വലി മിസ്സിംഗ് X. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് A2, B3, C4, D1 ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോൾ ചെയ്തത് ക്രോമസോമൽ കുറച്ച് ഡിസോർഡേഴ്സ് എന്താണ്, അത് ആക്ച്വലി എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഓഗസ്റ്റ് 2024 ചോദിച്ച ചോദ്യമാണ്. The disorder where an extra sex chromosome in the 23rd pair resulting XXY producing a male with reduced masculine characteristics resulting in enlarged breast, obesity and excessive height is called. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ആക്ച്വലി നമുക്കറിയാം ഏതായിരിക്കും ഡിസോർഡർ എന്ന്. ഏതാ വരുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അവിടെ ടേണർ സിൻഡ്രോം, തേ സാക്സ് ഡിസോർഡർ, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, ഈ 3 ഡിസോർഡേഴ്സിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ പറയാത്തൊരു ഡിസോർഡർ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഫീനൈൽ കീറ്റോണൂറിയ. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, നമുക്കറിയാം ഇതിൻ്റെ ആൻസർ. സ്റ്റിൽ നമുക്ക് ആ ഫീനൈൽ കീറ്റോണൂറിയ എന്താണ് എന്ന് കൂടി ഒന്ന് നോക്കാം. എന്താണ് ഫീനൈൽ കീറ്റോണൂറിയ അല്ലെങ്കിൽ PKU എന്ന് പറഞ്ഞാൽ? ഓട്ടോസോമൽ റെസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, autosomal recessive genetic disorder reduces the activity of phenyl alanine hydroxylase. Phenyl alanine hydroxylase-ന്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ഫീനൈൽ കീറ്റോണൂറിയ എന്ന് പറഞ്ഞാൽ. ഫീനൈൽ അലാനിൻ ഇൻജസ്റ്റഡ് ഇൻ ഫുഡ്സ് കനോട്ട് ബി മെറ്റബോളൈസ്ഡ് ആൻഡ് അക്യുമുലേറ്റ്സ് ടു ടോക്സിൻ ലെവൽസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് അതർ ടിഷ്യൂസ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫീനൈൽ അലാനിൻ ഫുഡിൽ ഇൻജസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യൂല, മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് ടോക്സിക് ലെവൽസ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ഫീനൈൽ അലാനിൻ accumulates and is converted into phenyl pyruvic acid, phenyl lactic acid and phenyl acetic acid. Okay, അപ്പോൾ ഇങ്ങനെ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ഫീനൈൽ അലാനിന് ഫീനൈൽ പൈറുവിക് ആസിഡായിട്ടും ഫീനൈൽ ലാക്റ്റിക് ആസിഡായിട്ടും ഫീനൈൽ അസറ്റിക് ആസിഡായിട്ടും എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ ഫീനൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ യൂറിനിലൊക്കെ ഡിറ്റക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് ഫീനൈൽ കീറ്റോണൂറിയ ഉള്ള ഒരാളുടെ കേസ് സംഭവിക്കുന്നതാണ് പറയുന്നത്. അവിടെ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ആ സമയത്താണ് ഫീനൈൽ അലാനിന് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ഈ ഒരു രീതിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫീനൈൽ കീറ്റോൺസ് എന്ന് പറയുന്നത്. എലിവേറ്റഡ് ബ്ലഡ് ഫീനൈൽ അലാനിൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫീനൈൽ കീറ്റോൺസ് ഇൻ ദ യൂറിൻ ഈസ് ഡയഗ്നോസ്റ്റിക്സ്. അപ്പോൾ നമുക്കിങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡയഗ്നോസ് ചെയ്തു. എന്താണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റംസ് ഒക്കെ എന്താണ് നോക്കാം. എലിവേറ്റഡ് ഫീനൈൽ അലാനിൻ, ഫീനൈൽ പൈറുവേറ്റ്, ഫീനൈൽ ലാക്റ്റേറ്റ് ആൻഡ് ഫീനൈൽ അസറ്റേറ്റ് ഇൻ ബ്ലഡ് ആൻഡ് യൂറിൻ. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യൂറിന് മസ്റ്റി ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും ഇങ്ങനെ വരുന്നവർക്ക്. അതായത് മെന്റൽ റിട്ടാർഡേഷൻ, സീഷേഴ്സ്, ട്രിമേഴ്സ്, മൈക്രോസെഫാലി ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ടാവും ഡ്യൂ ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് കാറ്റക്കോളമൈൻസ്. ഓക്കെ, പിന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ, അതായത് ലൈറ്റ് സ്കിന്ന്, ഹെയർ, ബ്ലൂ ഐസ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് മെലാറ്റോണിൻ പ്രൊഡക്ഷൻ. അവിടെ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഹൈപ്പോ പിഗ്മെന്റേഷൻ സംഭവിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീനൈൽ കീറ്റോണൂറിയൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഡിസോർഡർ വേർ ആൻ എക്സ്ട്രാ സെക്സ് ക്രോമസോം ഇൻ ദ 23rd പെയർ റിസൾട്ട് ഇൻ XXY പ്രൊഡ്യൂസിംഗ് എ മെയിൽ വിത്ത് റെഡ്യൂസ്ഡ് മസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ് റിസൾട്ടിംഗ് ഇൻ എൻലാർജ്ഡ് ബ്രസ്റ്റ്, ഒബീസിറ്റി ആൻഡ് എക്സസീവ് ഹൈറ്റ് ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ഈ ഒരു ഇങ്ങനെ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആരുടെ ആയിരിക്കും? ദാറ്റ് ഈസ് ക്ലിൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ക്ലിയർ അല്ലേ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രോമസോമൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ സബ് ആവറേജ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ്? നമ്മളോട് ചോദിച്ചത് ക്രോമസോമൽ ഡിസോർഡർ അല്ലാത്തത് ഏതാണ് എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ക്രോമസോമൽ ഡിസോർഡർ ആണ്, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഓക്കെ, ഇനി പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത് ഫ്രജൈൽ എക്സ് സിൻഡ്രോം, സെറിബ്രൽ പാൽസി ആൻഡ് ട്രൈസോമി 13. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ മൂന്നെണ്ണം, ഈ പറഞ്ഞ 3 ഡിസോർഡേഴ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞതാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോം. ഈ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത് മാർക്കർ എക്സ് സിൻഡ്രോം അല്ലെങ്കിൽ മാർട്ടിൻ വെൽ സിൻഡ്രോം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോം. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ അഫക്റ്റഡ് ബൈ ഇറ്റ്, ബട്ട് മെയിൽസ് ആർ മോർ ലൈക്ലി ടു ബി സിവിയർലി അഫക്റ്റഡ് ഇൻ കമ്പാരിസൺ ടു ഫീമെയിൽസ്. മെയിലും ഫീമെയിലും ഇത് കാണുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി മെയിൽസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. A fragile site at the end of the long arm of the X chromosome result in the fragile X syndrome. അതായത് നമ്മുടെ ക്രോമസോമിന്റെ ലോങ് ആമിൽ അവിടെ ഒരു ഫ്രജൈൽ സൈറ്റ് കാണപ്പെടും. അതാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോമിലേക്ക് എത്തിക്കുന്നത്. ഫ്രജൈൽ എക്സ് സിൻഡ്രോം ഈസ് ഇൻഹെറിറ്റഡ് ഇൻ ആൻ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് പാറ്റേൺ. ഫ്രജൈൽ എക്സ് സിൻഡ്രോം അല്ലെങ്കിൽ അതിനെ നമ്മൾ FXX എന്ന് പറയും. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഇൻഹെറിറ്റഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇതിന്റെ ഒരു മെയിൻ റിസൾട്ട് ആയിട്ട് വരുന്നതാണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. FXX ഈസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ എ ജീൻ കോൾഡ് ഫ്രജൈൽ എക്സ് മെസ്സഞ്ചർ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ 1 അല്ലെങ്കിൽ FMR1. FMR1ന്റെ അവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ടാണ് ഫ്രജൈൽ എക്സ് സിൻഡ്രോം കണ്ടുവരുന്നത്. ഓക്കെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? നോർമൽ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോർമൽ FMR1 ജീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഫ്രജൈൽ എക്സ് സിൻഡ്രോം ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ലോങ് ആമിൽ നമ്മൾ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു സൈറ്റ് കാണപ്പെടും, അല്ലെങ്കിൽ FMR1 ജീനിനൊരു മ്യൂട്ടേഷൻ സംഭവിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺ സിൻഡ്രോം പറഞ്ഞു, ഫ്രജൈൽ എക്സ് സിൻഡ്രോം പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് സെറിബ്രൽ പാൽസി. എന്താ സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞാൽ? സെറിബ്രൽ പാൽസി ഈസ് എ ഫിസിക്കൽ ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് മൂവ്മെന്റ് ആൻഡ് പോസ്റ്റർ. ഇതൊരു ഫിസിക്കൽ ഡിസബിലിറ്റി ആണ്, അത് മൂവ്മെന്റിനെയും പോസ്റ്ററിനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫിസിക്കൽ ഡിസബിലിറ്റി ഇൻ ചൈൽഡ്ഹുഡ് കാണുന്ന ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡിസബിലിറ്റി ആണ് സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ് സെറിബ്രൽ പാൽസിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്? ലേറ്റ് മൂവ്മെന്റ് സച്ച് ആസ് റോളിംഗ് ഓവർ, സിറ്റിംഗ് വിത്തൗട്ട് സപ്പോർട്ട്, ക്രോളിംഗ് ഓർ വർക്കിംഗ്. ഇതൊക്കെയാണ് ഇവിടെ ഒരു സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. നെർവ് ഓഫ് റിഫ്ലക്സസ് വിച്ച് നോർമലി ഡിസപ്പിയർ 3 to 6 months ആഫ്റ്റർ. ഓക്കെ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസിൽസ് സ്റ്റിഫ് ആയിരിക്കും, അല്ലെങ്കിൽ അൺയൂഷ്വലി റിലാക്സ്ഡ് ആൻഡ് ഫ്ലോപ്പി ആയിരിക്കും. ലിംസ് മേ ബി ഹെൽഡ് ഇൻ അൺയൂഷ്വൽ ഓർ ഓക്വേർഡ് പൊസിഷൻസ്. സ്പാസ്റ്റിക് ലെഗ് മസിൽസ് മേ കോസ് ലെഗ്സ് ടു ക്രോസ് ഇൻ എ സിസർ ലൈക്ക് പൊസിഷൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് സെറിബ്രൽ പാൽസി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. സോ അത്രയാണ് സെറിബ്രൽ പാൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വന്ന 4ാമത്തെ ഓപ്ഷൻ ആയിട്ട് വന്നതായിരുന്നു ട്രൈസോമി 13 അല്ലെങ്കിൽ പാറ്റോ സിൻഡ്രോം എന്നാണ് പറയുന്നത്. എന്താ പാറ്റോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹാസ് 3 copies ഓഫ് ക്രോമസോം 13 ഇൻസ്റ്റെഡ് ഓഫ് റെഗുലർ 2. നമ്മൾ നേരത്തെ ട്രൈസോമി 21നെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതായത് 21st പെയറിൽ ഒരു എക്സ്ട്രാ ക്രോമസോം കൂടി ഉണ്ടാവുന്ന കേസ്. എന്നാൽ ഇവിടെ ക്രോമസോം 13ലാണ് സംഭവിക്കുന്നത്. അവിടെ പെയറിന് പകരം, അതായത് 2 എണ്ണം ഉള്ളതിന് പകരം അവിടെ 3 ആയിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ ട്രൈസോമി 13 എന്ന് പറയുന്നത്. എ റെയർ ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ്. ഇവിടെ വരുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ സ്കൾ, അബ്നോർമൽ ഓപ്പണിംഗ് ഇൻ സ്കൾ, ക്ലഫ്റ്റ് ലിപ്പ്, ക്ലഫ്റ്റ് പാലറ്റ്, മാൽഫോർമേഷൻ ഓഫ് ദ ബ്രെയിൻ, ഡിഫക്ട്സ് ഓഫ് ദ ഐസ്, കൺജനൈറ്റൽ ഹാർട്ട് ഡിസോർഡർ. ഇത്രയും സിംറ്റംസ് ഒക്കെ ട്രൈസോമി 13 അല്ലെങ്കിൽ പാറ്റോ സിൻഡ്രോമിൽ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. നമുക്ക് നോക്കാം കാരിയോടൈപ്പ് എങ്ങനെയാണ് വരുന്നത്. പാറ്റോ സിൻഡ്രോം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുടെ 13th പെയറിൽ അവിടെ എങ്ങനെയാണ് വരുന്നത്? 2 ക്രോമസോംസിന് പകരം അവിടെ 3rd ഒന്നുകൂടി ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് പാറ്റോ സിൻഡ്രോത്തിന്റെ കാരിയോടൈപ്പ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു അപ്പോൾ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രോമസോമൽ ഡിസോർഡർ?
നമ്മളിപ്പോൾ ഡൗൺ സിൻഡ്രോം പറഞ്ഞു, ദാറ്റ് ഈസ് ഓൾറെഡി എ ക്രോമസോമൽ ഡിസോർഡർ. ഫ്രജൈൽ എക്സ് സിൻഡ്രോം പറഞ്ഞു, അവിടെയും ക്രോമസോമിനാണ് സംഭവിക്കുന്നത്. പക്ഷേ സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മൂവ്മെന്റ് ഡിസോർഡർ ആണ്. ട്രൈസോമി 13 ഓൾസോ ഇറ്റ്സ് എ ക്രോമസോമൽ ഡിസോർഡർ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ക്രോമസോമൽ ഡിസോർഡർ അല്ലാതെ വരുന്നത് സെറിബ്രൽ പാൽസിയാണ്. ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രോമസോമൽ അനോമലീസിനെ കുറിച്ചിട്ടാണ്. അതിൽ വ്യത്യസ്ത ഇയറുകളിലായിട്ട് ചോദിച്ച 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡിസോർഡേഴ്സിനെ കുറിച്ചും പറഞ്ഞു. സോ എല്ലാവരും ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. താങ്ക്